ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 241. ഫിലിപ്പിയൻ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരികയാണെങ്കിൽ, ചരിത്രം മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ ഫിലിപ്പ് രാജാവ് BC 353 പിടിച്ചടക്കുകയും തൻ്റെ പേരിട്ട പട്ടണമാണ് ഫിലിപ്പി. BC 168 ആ പട്ടണം റോമൻ അധികാരികളുടെ കൈവശത്തിലാകുകയാണ് ചെയ്തത്. പിൽക്കാലത്ത് ഓഗസ്തോസ് കൈസർ അതിനെ ഒരു പട്ടാള കേന്ദ്രമായി രൂപാന്തരപ്പെടുത്തിയെടുത്തു. പൗലോസിൻ്റെ കാലത്ത് അതൊരു സൈനിക കേന്ദ്രമായി മാറി. ഏകദേശം AD 51 പൗലോസ് ആദ്യമായി ഫിലിപ്പിയിൽ വന്നത്. അതിനുശേഷം 10 വർഷം കഴിഞ്ഞ് താൻ ഈ കാരാഗ്രഹത്തിലിരുന്നു കൊണ്ട് ലേഖനമെഴുതുകയാണ് ഫിലിപ്പിയർക്ക്. തനിക്ക് സാമ്പത്തിക സഹായം നൽകിയ ഫിലിപ്പിയർക്ക് നന്ദി പറയുകയും യഥാർത്ഥ സന്തോഷം ക്രിസ്തുവിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞവരെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഈ രണ്ടുപേരും ചേർന്നാണ് ഈ ലേഖനം തയ്യാറാക്കിയത്. ലേഖനകർത്താവ് പൗലോസ് ആയതുകൊണ്ട് തൻ്റെ പേര് ആദ്യം ചേർത്തിരിക്കുന്നു. ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലമോൻ, 1-2 കൊരിന്ത്യർ, 1-2 തെസ്സലോനിക്കർ എന്നിങ്ങനെ 7 ലേഖനങ്ങളിൽ തിമോത്തിയോസിൻ്റെ പേര് ചേർത്തു പറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. 2 തിമോത്തി 1:5 തിമോത്തിയോസിൻ്റെ അമ്മയെക്കുറിച്ചും അവൻ്റെ ആത്മീയ ഔന്നത്യത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. അതുപോലെ ഫിലിപ്പ് 2:19 മുതൽ 23 നാം കാണുന്നത് തിമോത്തിയോസിനെക്കുറിച്ച് വിവരിക്കുകയാണ്. അവനെക്കുറിച്ച് പുതിയ നിയമത്തിൽ 24 പ്രാവശ്യം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് സ്വയം ദാസൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ദാസൻ എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ ഡൂലോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കിന് അടിമ എന്നാണ് അർത്ഥം. പൗലോസ് ജന്മന പാപത്തിന് അടിമയായിരുന്നു. എന്നാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം നിമിത്തം അവൻ്റെ അടിമയായി സ്വയം പ്രഖ്യാപിക്കുന്നു. പഴയ നിയമത്തിൽ ആമോസ്, ഇരമ്യാവ്, മോശെ, യോശുവ, ദാവീദ്, ശലോമൻ ഇവരെല്ലാം ദാസൻ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മശിഹയെക്കുറിച്ചും ദാസൻ എന്ന പ്രയോഗം ധാരാളം പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. മറ്റേത് സ്ഥാനപ്പേരിനേക്കാളും മാന്യതയുള്ള സംബോധനയാണ് ദേവദാസൻ എന്നത് ഓർക്കുക. പൗലോസ് കർത്താവിനെ സംബോധന ചെയ്യുന്നത് ക്രിസ്തു യേശു എന്നാണ്. യേശു എന്ന പ്രയോഗം തൻ്റെ ഐഹിക താഴ്ചയെയും ക്രിസ്തു എന്ന പ്രയോഗം തൻ്റെ ഉയർച്ചയെയും കാണിക്കുന്നു. എന്നാൽ ഇവിടെ ക്രിസ്തു യേശു എന്ന പ്രയോഗം കൊടുത്തിരിക്കുകയാണ്. ഈ പ്രയോഗം സ്വർഗത്തിൽ നിന്നും താണിറങ്ങി ശുശ്രൂഷ തികച്ച യേശുവിനെ കാണിക്കുന്നു. 1:1 നോക്കുക. യാക്കോബ്, പത്രോസ്, യോഹന്നാൻ എന്നിവർ യേശുവിൻ്റെ താഴ്ച ശരിയായി കണ്ടവരും ആ നിലയിൽ കർത്താവിനെ അനുഗമിച്ച് ഒടുവിലായി കർത്താവിൻ്റെ മഹത്വം കണ്ടവരുമാണ്. എന്നാൽ പൗലോസ് ആകട്ടെ മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് ആദ്യം കണ്ടത്. അതുകൊണ്ട് പൗലോസിൻ്റെ എഴുത്തുകളിൽ ക്രിസ്തു യേശു എന്ന പ്രയോഗം സാധാരണയായി ധാരാളം കാണുന്നു. ക്രിസ്തു യേശുവിൻ്റെ ദാസൻ എന്ന് പറയുന്നതിൽ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിലുള്ള പൗലോസിൻ്റെ വിശ്വാസം ഊന്നിപ്പറയുകയാണ് ചെയ്യുന്നത്. പൗലോസ് ദാസനായ യേശുവിൻ്റെ ദാസനായിട്ടല്ല, ദൈവമായ ക്രിസ്തുവിൻ്റെ ദാസൻ എന്ന് പറയുവാൻ അധികം ഇഷ്ടപ്പെട്ടു. ക്രിസ്തു യേശു എന്ന പ്രയോഗം പൗലോസിൻ്റെ ലേഖനങ്ങളിൽ 48 പ്രാവശ്യം ഉണ്ട്. ഫിലിപ്പിയർ സുവിശേഷ ഘോഷണത്തിനായുള്ളൊരു കൂട്ടായ്മ പൗലോസ് നൽകിയതിനെ പൗലോസ് ഓർക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂട്ടായ്മയെക്കുറിച്ചാണ് പൗലോസ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ വിശ്വാസിക്കും ദൈവത്തോട് കൂട്ടായ്മയുണ്ട്. എന്നാൽ ഈ ലേഖനത്തിൽ പറയുന്നത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിലുള്ള കൂട്ടായ്മയെക്കുറിച്ചാണ്. ഫിലിപ്പിയിലുള്ള വിശ്വാസികൾ അവിടുത്തെ വേലയുടെ ആരംഭ ദിവസം മുതൽ സുവിശേഷ ഘോഷണത്തിനുള്ള കൂട്ടായ്മ വെളിപ്പെടുത്തിയിരുന്നു. ആദ്യമായി അവിടെ ക്രിസ്തുവിനെ സ്വീകരിച്ച ലൂദിയ തൻ്റെ ഹൃദയം മാത്രമല്ല ഭവനം കൂടെ കർത്താവിനായി തുറന്നുകൊടുത്തു. അതുപോലെ കാരാഗൃഹ പ്രമാണിയും അങ്ങനെ തന്നെ ചെയ്തു. ഫിലിപ്പിയയ്ക്ക് സമീപമുള്ള തെസ്സലോനിക്കയിൽ പ്രവർത്തിക്കുമ്പോൾ ഫിലിപ്പിയർ പൗലോസിന് പല പ്രാവശ്യം സഹായം ചെയ്തു. അതുകൊണ്ട് 1 നാൾ മുതൽ ഇതുവരെ എന്ന് പറയുന്നത് വളരെ പ്രശംസയായിട്ട് തന്നെയാണ് അവരെക്കുറിച്ച് പൗലോസ് പറയുന്നത്. ഫിലിപ്പിയ സഭയിലെ വിശ്വാസികളെ വിശുദ്ധന്മാർ എന്ന് സംബോധന ചെയ്യുകയാണ് പൗലോസ് ചെയ്യുന്നത്. വിശുദ്ധന്മാർ എന്ന് തന്നെ പറയുന്നതിന് കാരണമുണ്ട്. അപ്പോസ്തലകാലത്ത് ക്രിസ്തുവിൽ വിശ്വസിച്ച എല്ലാ വിശ്വാസികളെയും വിശുദ്ധന്മാർ എന്ന് വിളിച്ചു പോന്നു. തൂണുകളായി എണ്ണപ്പെട്ടവർ മാത്രമല്ല, എല്ലാവരും വിശുദ്ധന്മാരാണെന്ന് പൗലോസ് പറയുന്നു. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.